നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു വസ്തുവിനെ കുറിച്ചാണ്. പാവപ്പെട്ടവനെയും പണക്കാരനാക്കാനുള്ള ശക്തിയുള്ള ഒരു വസ്തുവിനെ കുറിച്ച്. ഈ ഒരു വസ്തു നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ പല വഴികളിൽ നിന്നും പണം നമ്മുടെ പക്കൽ വന്നു ചേരുന്നതാണ്. പല ആളുകളും അറിഞ്ഞും അറിയാതെയും ഈ ഒരു വസ്തു ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അത് അറിഞ്ഞ് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ കോടി നന്മകൾ നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ്. മാത്രമല്ല സമ്പത്തിനെ ഇത് കൂടുതലായിട്ടും ആകർഷിക്കുന്നതുമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വസ്തുവിനെ കുറിച്ച് പലർക്കും ചെറിയതായിട്ടാണെങ്കിലും ഒരു ധാരണയുണ്ട്. എന്നാലും ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പലർക്കും അറിയാത്തത്. അപ്പോൾ ആ ഒരു വസ്തു മറ്റൊന്നുമല്ല, പച്ചക്കർപ്പൂരമാണ്. ഇന്ന് ഒട്ടുമിക്ക ആളുകളും വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ് പച്ചക്കർപ്പൂരം. അപ്പോൾ ഇത് എങ്ങനെയാണ് ധനത്തെ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ധനം വന്നു ചേരാനായിട്ട് ഈ ഒരു പച്ചക്കർപ്പൂരം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ പണത്തെ ആകർഷിക്കാൻ, ധനത്തെ ആകർഷിക്കാനുള്ള ശക്തി കൂടുതലുള്ള ഒരു വസ്തുവാണ് ഈ ഒരു പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. ഈ പച്ചക്കർപ്പൂരം ഒരു പേപ്പറിൽ നല്ലതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സിൽ ഈ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ എപ്പോഴും പണത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതായത് ആ ഒരു പേഴ്സിൽ എപ്പോഴും പണം ഉണ്ടായിരിക്കും, ധാരാളം പണം വന്നു ചേരുകയും ചെയ്യും. ഇനി നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് സമ്പത്ത് അധികമായിട്ട് പെരുകാനും ധാരാളം പണം വന്നു ചേരുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് ആ ഒരു ക്യാഷ് ബോക്സിനകത്ത് അല്ലെങ്കിൽ അലമാരയിൽ ഈ ഒരു പച്ചക്കർപ്പൂരം ഒരു ടിന്നിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ധാരാളം പണം വന്നു ചേരുന്നതാണ്. പച്ചക്കർപ്പൂരത്തിന് ധനത്തെ ആകർഷിക്കാനുള്ള ആ ഒരു ശക്തി വളരെ വളരെ കൂടുതലാണ്. കൂടാതെ ദൈവിക ശക്തി അവിടെ നിലനിൽക്കാനും ഈ ഒരു പച്ചക്കർപ്പൂരം വയ്ക്കുന്നത് വഴി സാധിക്കും. ഇനി ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. ഈ ഒരു പച്ചക്കർപ്പൂരം എന്ന് പറയുന്നതും നമ്മൾ സാധാരണ ആരതിക്കായിട്ട് ഉപയോഗിക്കുന്ന കർപ്പൂരവും വേറെയാണ്. പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. എന്നിരുന്നാലും ചില ആളുകൾക്കെങ്കിലും അറിയാം ഈ രണ്ട് കർപ്പൂരവും വേറെയാണ് എന്നുള്ളത്. ഈ ഒരു പച്ചക്കർപ്പൂരം എവിടെയാണ് നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങാടി മരുന്ന് കടയിലൊക്കെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് ലഭിക്കും. വളരെ ചെറിയൊരളവിൽ മാത്രം വാങ്ങിച്ച് സൂക്ഷിച്ചാൽ മതി. പക്ഷെ അത് നിങ്ങളുടെ വീട്ടിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരാനായിട്ട് കാരണമാകും. ഇനി അതുപോലെ തന്നെ നമ്മൾ ധനം സൂക്ഷിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, നമ്മുടെ വീടിന്റെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിലവിളക്ക് വയ്ക്കുന്ന ആ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ വൃത്തിയും ശുദ്ധിയോടും കൂടിയുള്ള ഒരു സ്ഥാനം നോക്കി പച്ചക്കർപ്പൂരം വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇങ്ങനെ പച്ചക്കർപ്പൂരം വെച്ചു കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് എനർജി നിറയും. ഈ ഒരു പച്ചക്കർപ്പൂരത്തിന് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അങ്ങനെ ആ ഒരു പൂജാമുറിയിലായാലും അതുവഴി ആ വീട്ടിൽ മുഴുവൻ പോസിറ്റീവ് എനർജി നിറയുകയും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്കറിയാം പോസിറ്റീവ് എനർജി ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നല്ല ദൈവിക സാന്നിധ്യമുള്ള സ്ഥലത്താണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം കൂടുതലായിട്ട് കാണുന്നത്, അല്ലെ? അപ്പൊ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാകും. ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്നതിൽ നിന്ന് ചെറിയൊരു തുകയെങ്കിലും നല്ല ഒരു സ്ഥാനം നോക്കി മാറ്റി വയ്ക്കുക. അത് നിങ്ങളുടെ അലമാരയിൽ ഉള്ളിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയുടെ ഉള്ളിലോ ആയിട്ട് വയ്ക്കുന്ന സമയത്ത് അതിന് തൊട്ടടുത്തായിട്ട് ചെറിയൊരു കടലാസിൽ പൊതിഞ്ഞ് ഒരല്പം പച്ചക്കർപ്പൂരം കൂടെ വയ്ക്കുക. ആ ധനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ആ ധനം നിലനിൽക്കാനായിട്ട് ഇങ്ങനെ പച്ചക്കർപ്പൂരം വയ്ക്കുന്നത് വഴി സാധിക്കും. ഇന്ന് പല ആളുകളും നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ധനവരവുണ്ടാകും, പക്ഷെ അതിന്റെ ഇരട്ടി ചിലവുണ്ടാകുന്നതാണ്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ധനം നമുക്ക് ഉപകരിക്കാതെ പോകുന്ന സാഹചര്യം പോലും ഉണ്ടാകാറുണ്ട്. നമുക്ക് ഉപകരിക്കാതെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ചിലവാക്കാൻ സാധിക്കാത്ത സാഹചര്യം.
ഇപ്പൊ നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കുറച്ച് ധനം സൂക്ഷിച്ചു വയ്ക്കുന്നു, വളരെ പെട്ടെന്നായിരിക്കും ആർക്കെങ്കിലും ഒരു അസുഖം വരുന്നത്, അവിടെ ധനനഷ്ടം വന്നു. ആ ഒരു ധനം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു പച്ചക്കർപ്പൂരം സൂക്ഷിക്കുന്നത് വഴി അവിടെ ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കുകയും ദൈവിക ശക്തി അവിടെ ഉണ്ടാവുകയും അതുമൂലം നിങ്ങളുടെ ധനം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കാൻ അത് സഹായകമാവുകയും ചെയ്യും. അത്രമേൽ പരിശുദ്ധമായിട്ടുള്ള ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ പച്ചക്കർപ്പൂരം കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. പച്ചക്കർപ്പൂരത്തിന്റെ വാസന അധികമായിട്ട് ഉണ്ടാകാറുണ്ട്. തിരുപ്പതി ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാല് പച്ചക്കർപ്പൂരത്തിന്റെ സ്മെല്ലില്ലാത്ത, വാസനയില്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്ന് വേണം പറയാൻ. നമ്മൾ കഴിക്കുന്ന ആ ഒരു പ്രസാദ ലഡു മുതൽ തിരുപ്പതി വെങ്കിടേശ്വരന് വരെ പച്ചക്കർപ്പൂരം തൂകുന്നതാണ്. കാരണം അവിടെ പണം കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ ധനത്തെ ആകർഷിക്കാനുള്ള കഴിവ് അത്രമാത്രമുള്ള ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം. അത് നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഫലം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അട്രാക്ഷൻ പവർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ശരിയായിട്ടുള്ള രീതിയിൽ, ശരിയായിട്ടുള്ള സ്ഥാനത്ത് പച്ചക്കർപ്പൂരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കും തീർച്ചയായിട്ടും തടസ്സമില്ലാത്ത രീതിയിൽ പണം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് പച്ചക്കർപ്പൂരത്തെ ഏതെല്ലാം സ്ഥലത്ത് ഉപയോഗിക്കാം എന്നുകൂടെ നോക്കാം. മഞ്ഞ തുണിയിൽ 2 കഷ്ണം പച്ചക്കർപ്പൂരം വെച്ച് ഒരു കിഴി പോലെ കെട്ടുക. ഈ കിഴി കുബേരമൂലയിൽ വയ്ക്കേണ്ടതാണ്. ഇങ്ങനെ കുബേരമൂലയിൽ വെച്ച്, അതായത് ഈ കിഴിയിൽ ധൂപദീപ ആരതി നിത്യേന കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധനവരവിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെയും ഇല്ലാതായിക്കൊള്ളും. പച്ചക്കർപ്പൂരത്തിന് അതിയായിട്ടുള്ള വാസനയാണുള്ളത്. ഈ വാസനയ്ക്കും വലിയ ശക്തിയുണ്ട്. നമ്മുടെ വീട്ടിൽ ചിലർക്ക് എപ്പോഴും ഒരു മനസമാധാനം ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടാകാം, അല്ലെ? ഇപ്പൊ ചിലപ്പോൾ നമുക്ക് തന്നെ പല കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകാം. അത് ജോലി സംബന്ധമായിട്ടുള്ള ആയാലും അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളായാലും ഒക്കെയും. അനാവശ്യമായിട്ട് വഴക്കുകൾ ഉണ്ടാവുക കുടുംബത്തില്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെയും ഇതിനൊരു കാരണമായി തീരാറുണ്ട്, അല്ലെ? അപ്പോൾ ഇതിനെല്ലാം കാരണം നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ദുഷ്ടശക്തികളാണ്. നമ്മൾ ഈ ഒരു പച്ചക്കർപ്പൂരം വെച്ച് കഴിഞ്ഞാൽ പച്ചക്കർപ്പൂരത്തിന്റെ വാസന കൊണ്ടും അതിന്റെ മഹത്വത്തിനാലും വീട്ടിലുള്ള ദുഷ്ടശക്തികൾ നമ്മുടെ വീട് വിട്ട് പുറത്തു പോകുന്നതാണ്. അതിനാൽ വീട്ടിൽ എപ്പോഴും മനസമാധാനം ലഭിക്കുന്നതുമാണ്. ഇനി നിങ്ങൾ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പൂജാമുറിയിൽ കർപ്പൂര ആരതി എടുക്കുന്ന സമയത്ത് ആ ഒരു കർപ്പൂര ആരതിയിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പൂജാമുറിയിൽ നല്ല ഒരു വാസന ലഭിക്കുന്നതാണ്. ഈ പച്ചക്കർപ്പൂര വാസന പണത്തെ ആകർഷിക്കുകയും ചെയ്യും. നമ്മുടെ വീട്ടിലെ ഏത് തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പൂജാമുറിയിൽ പച്ചക്കർപ്പൂരം വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമ്മളൊരു ചെറിയ ബോക്സിലൊക്കെ ഇട്ടിട്ടാണ് വയ്ക്കുന്നത് എങ്കിൽ അടപ്പ് കൊണ്ട് മൂടാതിരിക്കുക. ആ ഒരു പച്ചക്കർപ്പൂരം നമ്മളൊരു ടിന്നിലോ ഒരു പാത്രത്തിലോ ഇട്ട് അത് തുറന്നു വയ്ക്കണം, അടച്ചു വെക്കാനായിട്ട് പാടില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു പച്ച തുണിയിൽ 2 കഷ്ണം പച്ചക്കർപ്പൂരം വെച്ച് അതിൻ്റെ കൂടെ തന്നെ 3 ഏലയ്ക്ക, ഒരു നുള്ള് പെരുംജീരകം, ഇത്രയും ഒരു പച്ച തുണിയിൽ വെച്ച് കിഴി പോലെ കെട്ടി അതിനുശേഷം ഈ ഒരു കിഴി നിങ്ങളുടെ പണപ്പെട്ടിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ധനവരവുണ്ടാകും. കോടീശ്വര യോഗം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ ഒരു കോടീശ്വര യോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോടികൾ കയ്യിൽ വരും എന്നുള്ളത് മാത്രമല്ല, ഒരു കോടീശ്വരനെ പോലെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, അതുപോലെ തന്നെ ആവശ്യത്തിന് നമ്മളുടെ കയ്യിൽ പണം ഉണ്ടാവുക, ഇതൊക്കെ തന്നെയാണ് കോടീശ്വര യോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പണപ്പെട്ടിയിൽ പച്ചക്കർപ്പൂരം സൂക്ഷിക്കുക. നിങ്ങളുടെ വീടിന്റെ പൂജാമുറിയിൽ പച്ചക്കർപ്പൂരം സൂക്ഷിക്കുക. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഇനി ഈ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സാധാരണ കർപ്പൂരം പോലെ ക്യൂബായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ടോ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കുറച്ച് വലിയ പീസൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു പച്ചക്കർപ്പൂരം ലഭിക്കുന്നത്. അപ്പോൾ അത് പൊട്ടിക്കുന്ന സമയത്തൊക്കെ ആ ഒരു കർപ്പൂരത്തിന്റെ കഷ്ണം താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ എടുത്തു മാറ്റുക, നല്ല രീതിയിൽ അത് വൃത്തിയാക്കുക. കാരണം
ഒരു കാരണവശാലും നമ്മുടെ കാലുകൊണ്ട് ചവിട്ടാനായിട്ട് പാടില്ല ഈ ഒരു പച്ചക്കർപ്പൂരം. അത്രമേൽ ഈശ്വര സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ്, പോസിറ്റീവ് എനർജി ഉള്ള ഒരു വസ്തുവാണ്. അപ്പൊ അത് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനും ദോഷഫലങ്ങൾ ഉണ്ടാവാനും കാരണമാകും. അപ്പൊ പച്ചക്കർപ്പൂരം ശരിയായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉറപ്പായിട്ടും മെച്ചപ്പെട്ടിരിക്കും. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ആരെങ്കിലും വീട്ടിൽ പച്ചക്കർപ്പൂരം ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.